ഹലോ ഫ്രണ്ട്സ്, നേച്ചർ ട്രാവലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ പലരും ഒത്തിരി പോയിട്ടുള്ളതും ഒരുപാട് ഇഷ്ടപ്പെടുന്നതുമായ ഒരു സ്ഥലമാണ് വാൽപ്പാറ. തമിഴ്നാട്ടിലെ കോയമ്പത്തൂർ ജില്ലയിലാണ് വാൽപ്പാറ സ്ഥിതി ചെയ്യുന്നത്. പറമ്പിക്കുളം ആളിയാർ ടൈഗർ റിസർവിനോടും മൂന്നാർ മലനിരകളോടും ചേർന്നാണ് വാൽപ്പാറ നിലകൊള്ളുന്നത്. തമിഴ്നാട്ടിലാണെങ്കിലും നമ്മൾ മലയാളികളാണ് വാൽപ്പാറയെ ഇത്രയ്ക്കും ഹിറ്റാക്കിയത്. പശ്ചിമഘട്ട മലനിരകളിൽ ആയതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ജൈവവൈവിധ്യ ആവാസ വ്യവസ്ഥ നിലനിൽക്കുന്ന ഇടം കൂടിയാണ് വാൽപ്പാറ. പൂനാച്ചിമല എന്നാണ് പണ്ട് വാൽപ്പാറ അറിയപ്പെട്ടിരുന്നത്. കൂടുതലും തേയിലത്തോട്ടങ്ങളും കാപ്പിത്തോട്ടങ്ങളുമാണ് വാൽപ്പാറയിലെ മുഖ്യ ആകർഷണം. കൂടാതെ ഡാമുകളും വ്യൂ പോയിന്റുകളും വെള്ളച്ചാട്ടങ്ങളും ഒക്കെയായി ഒരുപാട് കാഴ്ചകളുണ്ട് വാൽപ്പാറയിൽ കാണാനായിട്ട്. വർഷങ്ങൾക്ക് മുന്നേ, അതായത് 1875 ഇംഗ്ലണ്ട് രാജകുമാരനായിരുന്ന വെയിൽസ് എന്നയാൾ വാൽപ്പാറ കാണാൻ തീരുമാനിക്കുകയുണ്ടായി. അങ്ങനെ അദ്ദേഹത്തിന് വരാൻ വേണ്ടിയാണ് ഇങ്ങോട്ടേക്കുള്ള റോഡുകളൊക്കെ കുറച്ചുകൂടി നിലവാരത്തിൽ പണിതത്. അങ്ങനെയാണ് നല്ല ഒരു റോഡ് ഗതാഗതം വാൽപ്പാറയ്ക്ക് ലഭിച്ചത്. പക്ഷേ പ്രിൻസ് രാജകുമാരന് വാൽപ്പാറ സന്ദർശിക്കാൻ കഴിഞ്ഞില്ല എന്നത് മറ്റൊരു ചരിത്രം. ഏതായാലും ഇപ്പോഴത്തെ വാൽപ്പാറയിലെ റോഡുകളൊക്കെ അടിപൊളിയാണ്. നല്ല അടിപൊളി റോഡിലൂടെ തേയിലത്തോട്ടങ്ങളുടെ കാഴ്ചകളൊക്കെ കണ്ട് വണ്ടി ഓടിക്കാൻ മാത്രമായിട്ട് ഒരുപാട് റൈഡേഴ്സ് ഇങ്ങോട്ടേക്ക് വരാറുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരുപാട് കാഴ്ചകളുള്ള ഒരു സ്ഥലമാണ് വാൽപ്പാറ. പക്ഷേ ഇപ്പോഴും വാൽപ്പാറയിലെ ചില ഇടങ്ങളിലേക്ക് സഞ്ചാരികൾ തീരെ കടന്നു ചെന്നിട്ടില്ല. അത്തരത്തിലുള്ള ഒരു അടിപൊളി സ്ഥലമാണ് കുരങ്ങുമുടി. കുരങ്ങുമുടി എന്ന് പറയുന്നത് ഒരു വലിയ ടീ എസ്റ്റേറ്റ് ആണ്. വാൽപ്പാറയിൽ നിന്നും ഏകദേശം 12 കിലോമീറ്റർ ദൂരമുണ്ട് കുരങ്ങുമുടിയിലേക്ക്. നമ്മൾ വാൽപ്പാറയിൽ നിന്നും മലക്കപ്പാറ വരുന്ന വഴി ഒരു 3 കിലോമീറ്റർ കഴിഞ്ഞാൽ ഇടതുഭാഗത്തായിട്ട് വേളാങ്കണ്ണി മാതാവിന്റെ ചെറിയൊരു പള്ളിയുണ്ട്. മാതാ ജംഗ്ഷൻ എന്നാണ് ആ സ്ഥലത്തിന്റെ പേര്. അവിടെ നിന്നും തിരിഞ്ഞിട്ടാണ് കുരങ്ങുമുടിയിലേക്ക് പോകേണ്ടത്. കുരങ്ങുമുടി എന്ന് എഴുതി വെച്ച വലിയ ബോർഡ് നമുക്ക് അവിടെ കാണാൻ പറ്റും. അവിടെ നിന്ന് തിരിഞ്ഞു പോയാൽ പിന്നെ നല്ല മനോഹരമായ തേയിലത്തോട്ടങ്ങളും അതിന്റെ ഇടയിലൂടെയുള്ള കിടിലൻ റോഡുമാണ് കുരങ്ങുമുടിയിലേക്ക്. വാൽപ്പാറ മെയിൻ റോഡിൽ കാണപ്പെടുന്ന തേയിലത്തോട്ടങ്ങളെക്കാൾ നല്ല രീതിയിൽ പരിപാലിക്കുന്നതും കാണാൻ നല്ല മനോഹരവുമാണ് ഇവിടുത്തെ തേയിലത്തോട്ടങ്ങൾ. സഞ്ചാരികൾ അധികം വരാത്ത ഇടമായതിനാൽ റോഡിൽ തിരക്കോ ഒച്ചയോ ബഹളമോ ഒന്നുമില്ല. ഇത് നമ്മുടെ വാൽപ്പാറയിലെ കുരങ്ങുമുടിയിലെ ഒരു തേയിലത്തോട്ടം ഉണ്ടോ. ഇവിടുത്തെ തേയിലത്തോട്ടങ്ങൾക്ക് നല്ല ഭംഗിയാണ്. അപ്പോൾ നമ്മൾ വാൽപ്പാറയിലെ ഒട്ടുമിക്ക സ്ഥലം പോയിട്ടുള്ളായിരുന്നു. ഇപ്രാവശ്യം നമ്മൾ റൂട്ടൊന്നും മാറ്റി കുരങ്ങുമുടി പിടിച്ചതാണ്. നല്ല രസമുള്ള തേയിലത്തോട്ടങ്ങളാണ്. പ്രത്യേക ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനെ കറക്റ്റായിട്ട് വെട്ടി നിർത്തിയാണെന്നാണ് ഇപ്പോൾ ഒരു മെഷീൻ വെച്ചിട്ടാണ് കട്ട് ചെയ്യണേ. മുന്നേ കയ്യിൽ കുളിന്ത് നുള്ളി എടുക്കലും പിന്നെ കത്രിക വെച്ച് കട്ട് ചെയ്യലൊക്കെ ആയിരുന്നു. ഇപ്പം മെഷീൻ വെച്ചിട്ടാണ് കട്ട് ചെയ്യണത്. അതാണ് ഇത്ര ഭംഗിയിൽ ഇത്ര ക്ലിയർ ആയിട്ട് നിൽക്കുന്നത്. കുരങ്ങുമുടി ഭാഗത്തേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വലിയ കടകളോ ഷോപ്പുകളോ ഒന്നും ഉണ്ടാവില്ല. ഏറ്റവും അവസാനം നമ്മൾ കുരങ്ങുമുടിയിൽ എത്തുന്ന ഭാഗത്ത് മാത്രമാണ് ഒരു ചെറിയ കടയും ചായക്കടയും ഉള്ളത്. നമ്മൾ ആ വഴി കുറച്ചും കൂടി മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നല്ലൊരു അടിപൊളി വ്യൂ പോയിന്റിൽ എത്തും. ആ വ്യൂ പോയിന്റിൽ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കുരങ്ങുമുടി എസ്റ്റേറ്റിന്റെ ഫുള്ളായിട്ടുള്ള കാഴ്ചകൾ നമുക്ക് അടിപൊളിയായിട്ട് കാണാം. കുരങ്ങുമുടി ഭാഗത്തേക്ക് വന്നാൽ താമസ സൗകര്യം വളരെ കുറവാണ്. പ്രൈവറ്റ് എസ്റ്റേറ്റുകൾ നടത്തുന്ന ചെറിയ താമസവും 1-2 റിസോർട്ടുകൾ മാത്രമേ ഈ ഭാഗത്തുള്ളൂ. അപ്പോൾ ടീ എസ്റ്റേറ്റ് നടത്തുന്ന താമസം എടുത്താൽ ഇവിടെ നിന്ന് തന്നെ ഫുഡ് തരും. പിന്നെ അവരുടെ ടീ എസ്റ്റേറ്റിലൂടെ ഒരു നൈറ്റ് ജീപ്പ് സഫാരി ഒക്കെ കിട്ടും. വന്യമൃഗശല്യം അത്ര ഇല്ലാത്തൊരു സ്ഥലമാണ് കുരങ്ങുമുടി. പക്ഷേ രാത്രി എസ്റ്റേറ്റിൽ സഫാരിക്ക് പോകുമ്പോൾ കാട്ടുപോത്തിനെയും ആനയൊക്കെ ചിലപ്പോൾ കാണാൻ കഴിയും. കാട്ടുപോത്താണ് ഈ ഭാഗത്ത് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. ടീ എസ്റ്റേറ്റിൽ താമസിക്കാൻ താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്താൽ ഞാൻ കോൺടാക്ട് നമ്പർ തരാം. ഇംതിയാസ് എന്നാണ് ആളുടെ പേര്. ആ വ്യൂ പോയിന്റിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ വീണ്ടും മുന്നോട്ടേക്ക് പോയാൽ അവസാനം നമ്മൾ അപ്പർ ഷോല ഡാമിന്റെ ക്യാച്ച്മെന്റ് ഏരിയയിൽ എത്തും. അവിടെ വണ്ടി നിർത്തി കുറച്ച് ദൂരം താഴേക്ക് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡാമിന്റെ കരയിലേക്ക് ഇറങ്ങാനായിട്ട് പറ്റും. അപ്പോൾ അവിടെ നമുക്ക് നടന്ന് കാഴ്ചകളൊക്കെ കാണാം. പിന്നെ വെള്ളം കുറവാണെങ്കിൽ ഒരു കുളിയും പാസ്സാക്കാം. നമ്മൾ മലക്കപ്പാറ പോകുന്ന വഴി അപ്പർ ഷോല ഡാമിന്റെ ഒരു ഭാഗത്ത് കാഴ്ചകൾ കാണാനായിട്ട് നിർത്താറുണ്ട്. അതിൻ്റെയൊക്കെ നേരെ എതിർഭാഗത്ത് ഡാമിന്റെ മറുകരയിലാണ് കുരങ്ങുമുടി എസ്റ്റേറ്റ് ഉള്ളത്. അപ്പോൾ വാൽപ്പാറയിൽ സ്ഥിരം കാഴ്ചകൾ കണ്ടു മടുത്തവർക്കും പുതിയതായി വാൽപ്പാറയിലേക്ക് പോകുന്നവർക്കും വ്യത്യസ്തമായ കാഴ്ചകൾ ആസ്വദിച്ച് പെട്ടെന്ന് പോയി വരാൻ കഴിയുന്ന ഒരു നല്ല ലൊക്കേഷനാണ് കുരങ്ങുമുടി. ഒരു 2 മണിക്കൂർ നേരം ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് കാഴ്ചകളൊക്കെ ആസ്വദിച്ചിട്ട് കറങ്ങി വരാൻ പറ്റും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ.